ഹലോ ഗൈസ്, കുറച്ച് ദിവസങ്ങളായി എന്റെ വീഡിയോകൾക്ക് താഴെ അയോധ്യ ക്ഷേത്രക്കൊള്ളയെ പറ്റി ഒന്നും പറയാനില്ലേ എന്നുള്ള കമന്റ്സ് സ്ഥിരമായി കാണാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അയോധ്യയിലേക്കൊന്ന് പോയിട്ട് വരാം. കൊള്ളയും കവർച്ചയും ആര് ചെയ്താലും അത് കുറ്റകൃത്യം തന്നെയാണെന്നതാണ് എന്റെ പക്ഷം. പ്രത്യേകിച്ച് ജനങ്ങൾ ആരാധനയോടുകൂടി കാണുന്ന ദേവസ്ഥാനങ്ങളിൽ നടക്കുന്ന കൊള്ളയ്ക്കും കുറ്റകൃത്യങ്ങൾക്കും കുറച്ച് കൂടുതൽ ശിക്ഷ നൽകണം. കാരണം അവിടെ പാവപ്പെട്ട നിഷ്കളങ്കരായ ഭക്തജനങ്ങളുടെ വൈകാരികത കൂടി ഇൻവോൾവ് ആവുന്നുണ്ട്. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തെ തുടക്കം മുതൽ അവഹേളിച്ച് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളുമാണ് പള്ളിപ്പറമ്പിലെ രാമൻ എന്ന് വിളിച്ച് നടന്നിരുന്ന സ്ഥാനത്ത് എന്റെ രാമ എന്ന് ഹൃദയത്തിൽ തൊട്ട് കാറി വിളിച്ച് നടക്കുന്നത്. അയൽപ്പക്കത്തെ അയ്യപ്പനെ കാണാത്തവന്മാരൊക്കെയാണ് കാതങ്ങൾ അകലെയുള്ള ശ്രീരാമനായി മോങ്ങൽ നാടകം നടത്തുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ സ്വന്തം അയ്യപ്പനിൽ നിന്ന് തന്നെ തുടങ്ങാം. ശബരിമലയിലെ കൊള്ള ആദ്യമായി ചോദ്യം ചെയ്തത് കോടതിയായിരുന്നു. നേരെ മറിച്ച് അയോധ്യയിൽ ഭരണസമിതി അംഗം തന്നെയായിരുന്നു ക്രമക്കേടുകൾ കണ്ടെത്തിയതും റിപ്പോർട്ട് ചെയ്തതും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാക്കാം? ഭരണസമിതിയിലുള്ളവർക്ക് ക്ഷേത്രത്തിലെ അനീതി കണ്ടെത്തി അത് റിസോൾവ് ചെയ്യണമെന്നുള്ള ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് അയോധ്യ കേസ് വെളിച്ചത്ത് വന്നതെന്നും ശബരിമലയിൽ ആ ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് കാലാകാലങ്ങളായി നടന്ന തീവെട്ടിക്കൊള്ള പൂഴ്ത്തി വെക്കപ്പെട്ടതെന്നും അവസാനം കോടതിക്ക് തന്നെ വന്നിടപെടേണ്ടി വന്നു എന്നുമുള്ള പച്ചപരമാർത്ഥമാണ് വ്യക്തമാകുന്നത്. അയോധ്യയിൽ നടന്ന കൊള്ള പ്രധാനമായും കാണിക്ക എണ്ണുന്ന വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉന്നയിക്കപ്പെട്ടത്. ബാക്കി നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അവർ കഴിഞ്ഞ ദിവസം പൊതുജന സമക്ഷം ഡിസ്പ്ലേ ചെയ്തിരുന്നു. കാണിക്ക എണ്ണുന്ന സ്റ്റാഫുകളിൽ കൂടുതൽ ആൾക്കാരും ബാങ്ക് നിയമിക്കുന്നവരാണ്. ഈ കാണിക്ക വിഭാഗത്തിൽ മിക്ക ആരാധനാലയങ്ങളിലും മോഷണം പതിവാണ്. അമ്പലങ്ങൾക്കും പള്ളികൾക്കും മോസ്കുകൾക്കും എല്ലാം അതിൽ തുല്യതയുണ്ട്. ശബരിമല ഉൾപ്പെടെ കേരളത്തിലെ ആരാധനാലയങ്ങൾ ഈ കാര്യത്തിൽ മുൻപന്തിയിലാണെന്നുള്ളത് പറയാതെ വയ്യ. ശബരിമലയിലെ കൊള്ള കാണിക്കയിൽ ഒതുങ്ങുന്നതല്ല. അയോധ്യയിൽ വിളകൾക്കിടയിലെ കളകളായിരുന്നു വിഷയമെങ്കിൽ ശബരിമലയിൽ വിളവ് തിന്നത് വേലി തന്നെയായിരുന്നു എന്നതിലാണ് പ്രധാന വ്യത്യാസം ഇരിക്കുന്നത്. ഈശ്വര വിശ്വാസമില്ലാത്ത നാസ്തികർ ദേവാലയം കൈയടക്കുന്നത് ദേവനെ ഉദ്ധരിക്കാനാവില്ലല്ലോ. അയ്യപ്പന്റെ തീർത്ഥജലത്തിന് സാനിറ്റൈസറിന്റെ പോലും വില കൽപ്പിക്കാത്തവർ ഭരിക്കുന്ന ക്ഷേത്രത്തിൽ 4.5 കിലോ സ്വർണം കട്ടവന്മാരെ വെള്ളപൂശാൻ നടക്കുന്നവന്മാർ അയോധ്യയിലെ 60 കിലോ വെള്ളിയുടെ കണക്കുമായി മെഴുകാൻ നടക്കുന്നതിലാണ് കോമഡി. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന യുക്തിയുമായി രാമനെ മുൻപേ തെറി വിളിച്ചവർ ഇപ്പോൾ രാമന് വേണ്ടി മോങ്ങുമ്പോൾ അവർ വിട്ടുപോകുന്ന ഒരു വസ്തുതയുണ്ട്. അവർ മുള്ളായി കരുതുന്ന ക്ഷേത്രവിശ്വാസി സമൂഹം മണ്ടന്മാരല്ല എന്ന സത്യം. ആത്മാർത്ഥമായി ശ്രീരാമനും ശ്രീരാമ ജന്മഭൂമിക്കും വേണ്ടി കരഞ്ഞവരും ജീവനും സ്വന്തം ജീവിതവും സമർപ്പിച്ചവരും തന്നെയാണ് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത്. പോരാത്തതിന് ആ സംസ്ഥാനത്തിന്റെ തലയായിരിക്കുന്നത് എന്തിനും പോരാത്ത ഒരു സന്യാസിയും. അതുകൊണ്ട് തന്നെ അവിടുത്തെ അനീതികൾ അഡ്രസ് ചെയ്യപ്പെടും എന്നുള്ള ഉറപ്പ് ബിജെപിക്കാരല്ലാത്തവർക്ക് പോലും ഉണ്ടാവും. അയോധ്യയിലെ ശ്രീരാമ ഭക്തർക്കില്ലാത്ത മോങ്ങൽ ഇവിടെയുള്ള കുറച്ച് പ്രത്യേക വിഭാഗം മലയാളികൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോങ്ങാൻ ഇത്ര മുട്ടി നിൽക്കുകയാണെങ്കിൽ ശ്രീകോവിലിലെ വിഗ്രഹം വരെ അടിച്ചു മാറ്റാൻ തക്കം പാർത്തിരിക്കുന്ന കുറെ കള്ളന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന നമ്മുടെ സന്നിധാനത്തെ 18-ാം പടിക്ക് താഴെ വന്നിരുന്നു മോങ്ങിക്കും. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ശബരിമല ശാസ്താവിനും കുറച്ച് അയ്യപ്പ ഭക്തന്മാർക്കും നിങ്ങളെ കൊണ്ട് അങ്ങനെയെങ്കിലും കുറച്ച് പ്രയോജനം ഉണ്ടാവട്ടെ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.